ഇപ്പോൾ സമയം രാത്രി 1 മണി. വടക്കാഞ്ചേരി മങ്കര അബ്ദുള്ള റോഡിന് സമീപത്തെ കുന്നിൻ പ്രദേശത്തിന് തീ പിടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ കുന്നിൻ പ്രദേശത്തേക്ക് കയറൽ ഒരു ഭയങ്കര ടാസ്ക് ആയിരുന്നു. ഏകദേശം ജനവാസ മേഖലയിൽ നിന്ന് ഏകദേശം ഒരു 100-200 മീറ്റർ ഫുള്ള് കുത്തനെയുള്ള കയറ്റും അതേപോലെ വഴി വെട്ടിയിട്ടൊക്കെ ഉണ്ടോ ഞങ്ങൾ കയറുന്നത്. കാരണം അങ്ങോട്ട് കിടക്കാൻ പറ്റുന്നില്ല. കള്ളിമുൾച്ചെടി അതേപോലെ മുള്ളിൻ്റെ കുറ്റി പാറ കഷ്ണങ്ങളും ഒക്കെയാണ് കേട്ടോ അതിൽ. ഞങ്ങൾ ചെയ്യുന്ന ജോലികൾ പലതും ജനങ്ങളെ അറിയുന്നില്ല. അപ്പോൾ ആ ചെയ്യുന്ന ജോലികൾ പരമാവധി ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഫയർഫോഴ്സിൻ്റെ വാഹനം സ്പോട്ടിലേക്ക് എത്തില്ല. അപ്പോൾ വെള്ളമടിച്ച് എടുത്താനുള്ള സാധ്യത ഇല്ലാണ്ടായി. അപ്പോൾ പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ ബീറ്റാണുള്ളത്. ബീറ്റ് ഉപയോഗിച്ചിട്ട് തല്ലിക്കെടുത്തിന് മാത്രമേ വഴിയുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായ നമ്മുടെ കലവി സാറാണ്. നമ്മൾ ബീറ്റ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെയാണ് കേട്ടോ തല്ലിക്കെടുത്തുന്നത്. മരക്കുറ്റി ആയതുകൊണ്ട് എത്ര തല്ലിയിട്ടത് കെടുന്നില്ല, കെടാൻ പാടാണ്. ഈ കുന്നിൻ പ്രദേശം ആരോ തീയിട്ടതാണ് കേട്ടോ. അത് ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ആയിരിക്കാം. ഈ മനഃപൂർവ്വം ചെയ്തതെങ്കിൽ അവരൊന്ന് അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ തൊട്ട് താഴെ നിറയെ വീടുകളാണ്. അതേപോലെ ആ വീട്ടിൽ പ്രായമായ ആൾക്കാരുണ്ടാവാം, അതേപോലെ ചെറിയ കുഞ്ഞുങ്ങളുണ്ടാവാം. അപ്പോൾ അവരൊക്കെ ഈ പുക ശ്വസിച്ച് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പല തരത്തിലായിരിക്കാം. ഇത് ചെയ്യുന്നവർക്കൊരു തമാശയോടെ ചെയ്യും. അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒടുവിൽ മുരളി സാറ് തല്ലിക്കെടുത്തിട്ടാ. ഇത് നോക്കിയേ, മുളങ്കുറ്റിക്കാണ് കേട്ടോ തീ പിടിച്ചിരിക്കുന്നത്. ഇത് കെടാൻ ഭയങ്കര പാടാണ്. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഫയറൊക്കെ ഞങ്ങൾ തല്ലിക്കെടുത്തി. അപ്പോൾ ഇതാണുള്ളത് ലാസ്റ്റ്. അപ്പോൾ ഇത് ബീറ്റ് ഉപയോഗിച്ചിട്ട് തല്ലിക്കെടുത്താൻ പറ്റില്ല. അപ്പോൾ തീ കൂടുതൽ പടരാതിരിക്കാൻ ഞങ്ങൾ ഫയർ ബ്രേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഇലകൾ അതേപോലെ മുള്ളുകളൊക്കെ വെട്ടി മാറ്റുകയാണ്. പമ്പിന്റെ ചുറ്റാ കത്തിയായിരുന്നു. മറ്റേ എവിടെ പാലക്കോടല്ലേ സാറേ? തലശ്ശേരി. ഓ അല്ലല്ലോ. അതെ, ഇത് അജിത്തെ, ഇത് കുഴപ്പമില്ല. ഇത്രയും കട്ട് ഇവിടെ നിൽക്കും. ഇവിടെ കട്ട് ചെയ്യാം. നമ്മൾ എത്തിനടുത്ത് പിടിച്ചോ. 4 ഭാഗത്തെ തീ അണച്ചു കഴിഞ്ഞു. ഇനി ഈ ഒരു മുളങ്കൂട്ടത്തിലെ തീ മാത്രമേ ഉള്ളൂ. ഇതൊന്ന് തീ കത്തുന്നതിൻ്റെ ശക്തി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബീറ്റ് കൊണ്ട് അടിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം അടിക്കാൻ പറ്റുന്നില്ല. അപ്പം അതിന് 4 ഭാഗത്തേക്ക് പോവാതെ നോക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുന്നിലുള്ള വഴി. ബീറ്റ് കൊണ്ട് അടിച്ച് കെടുത്താനാവുന്നത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര തീയാണ്. ബാക്കിൽ കണ്ടില്ലേ, ഞങ്ങൾക്ക് വണ്ടിയൊന്നും ഇവിടേക്ക് എത്തുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് തല്ലിക്കെടുത്താൻ പറ്റില്ല, ആളി കത്തണ കാരണം. ഞങ്ങളുടെ കയ്യിൽ ആയുധം പറഞ്ഞാൽ നോക്കിയാൽ ബീറ്റ് മാത്രമേ ഉള്ളൂ. തല്ലിക്കെടുത്താൻ പറ്റുന്നില്ല. വണ്ടി ഇങ്ങോട്ട് വരില്ല, മലയുടെ മുകളിലായതുകൊണ്ട് വണ്ടി ഇങ്ങോട്ട് വരില്ല. നോക്കിയാ അപ്പോൾ തീ കത്തുന്നതിൻ്റെ തീവ്രത കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏകദേശം 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്തോടെ നമ്മുടെ ഫയർമാൻ മുരളി സാർ അടിച്ച് കെടുത്താൻ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരിശ്രമത്തിനൊടുവിൽ തീ അണച്ചുട്ടാ. ഈ കുന്നിൻ്റെ മുകളിലെ എല്ലാ ഭാഗത്തെയും തീ അണച്ചു. എന്നാലും ഏതെങ്കിലും ഭാഗത്തിന് കത്തുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം താഴെ ഇറങ്ങാൻ. അപ്പോൾ എല്ലാ ഭാഗത്തും ഞങ്ങൾ നോക്കി. അപ്പോൾ എവിടെയും തീയില്ല. അപ്പോൾ ഞങ്ങളിതാ താഴത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നത് 1 മണിക്കാണ്, പുലർച്ചെ 1 മണിക്കാണ്. ഇപ്പോൾ സമയം 4 മണിയാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഇത് 3ാമത്തെ കോളാണ്. 2 കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇത് 3ാമത്തെയാണ്. ഞങ്ങൾക്ക് വർക്ക് ഉണ്ടാവുന്നത് അത് മറ്റുള്ളവർക്കൊരു നാശനഷ്ടങ്ങളിലൂടെയാണ് ഞങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾക്ക് വർക്ക് ഉണ്ടാവാതിരിക്കാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. അതെ, അത് പോയി മഴയെത്തിയില്ലേ, തുരിയായില്ലേ സാറേ? വഴി പറയാ. ഒടുവിൽ ഞങ്ങൾ താഴെ എത്തി.
ഇതാ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കോലം നോക്കിയേ, വേർത്ത് കരിയൊക്കെ പിടിച്ച്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ചേട്ടൻ ഞങ്ങൾക്ക് കുടിക്കാനായിട്ട് നാരങ്ങ വെള്ളം കലക്കി കൊണ്ടുവന്നിട്ടാ. തണുപ്പുണ്ടാവും. കരേഷ് സാർ ആകെ ടയർഡായിട്ടാ. ഇല്ല, ഇനി ഒരു ഊർജ്ജുണ്ട്. 3 കോള് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത് കേട്ടോ. 3 കോള് കഴിഞ്ഞിട്ട് ആൾക്കൊരു ക്ഷീണമില്ല. അതെ, ഈ രാത്രി 1 മണിക്ക് ആക്കുവാണ്. പിന്നെ കൊല്ലുള്ള പരിപാടിയാണ് ഇതല്ല നമ്മുടെ ഈ ഫയർഫോഴ്സിനെ കുറിച്ചിട്ട് അഭിപ്രായം വളരെ നല്ല അഭിപ്രായമാണ്. സാർമാർ ഞാൻ വന്ന് പറഞ്ഞ ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തി. എല്ലാ നിലക്കും നല്ല സഹായം സാർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. വളരെയധികം സന്തോഷം. ഓക്കെ, നിങ്ങൾ ഹാപ്പി അല്ലേ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ? ഓക്കെ ഓക്കെ. പേര്? സിദ്ദീഖ്. ഓക്കെ, ഇനി കാണാട്ടോ. ശരി, ഓക്കെ. മറ്റാർക്കും ഒരു ആപത്ത് വരുത്തരുത് എന്ന പ്രാർത്ഥനയോടെ വീണ്ടും സ്റ്റേഷനിലോട്ട്